നമസ്കാരം. 1 ലക്ഷം രൂപ മുതൽ മുടക്കിൽ പ്രതിമാസം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നല്ല ബിസിനസ് ഐഡിയ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ് ഐഡിയകൾ, ലോണുകൾ, ജോലികൾ, എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ തന്നെ ലഭിക്കും. ഞാനത് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കണ്ട ഒരു ഐഡിയ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെബ്സൈറ്റിൽ കയറിയാണ്, ഒരു ലോൺ ആപ്പാണ്, അതിൽ കയറിയുണ്ടായി. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. കമ്പനിയുടെ പേര് ട്രസ്റ്റ് പൈസ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഞാനിവിടെ താഴേക്ക് പോയിട്ട് ഒരുപാട് മെനൂസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും കളക്ഷൻ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കണ്ടു. ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കമ്പനീസ്, ക്രെഡിറ്റ് റിസോർട്ട്, ഇൻഫ്രോ ടെക്നോളജീസ്, എസൈന ടെക്നോളജീസ്, അതുപോലെ അരിയോക് അനലിറ്റിക് സൊല്യൂഷൻസ്, MBA കൺസൾട്ടന്റ്, ഫ്ലോടെക് ആൻഡ് ഡെപ്റ്റ് കെയർ എന്റർപ്രൈസസ് ആൻഡ് ക്രെഡിറ്റ് ജീനി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്പനികൾ കാണാൻ സാധിച്ചു. ഇപ്പൊ എന്താണ് ഈ കമ്പനികൾ? ഫണ്ട് കളക്ട് ചെയ്യാനുള്ള കമ്പനികൾ. അതായത് ലോണുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോണുകൾ തിരിച്ചടക്കാത്ത ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി അവൻ എവിടെ, അവൻ്റെ ലൊക്കേഷനും അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവന് എന്തുകൊണ്ടാണ് തിരിച്ചടക്കുക. ഇവർ പലരും ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിം എടുത്തിട്ട് ലോൺ എടുക്കും. ലോൺ എടുത്തിട്ട് ആ സിം അവൻ അവിടത്തേക്ക് തന്നെ ഊരിക്കളയും. അതായത് സിം ഫോണിൽ നിന്ന് ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ്റെ ആധാർ കാർഡ്, അവൻ്റെ അഡ്രസ്സ് മാത്രമേ കിട്ടുള്ളൂ. അത് ആരായാലും അപ്പൊ അവരുടെ അഡ്രസ്സിൽ പോയിട്ട് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ കണ്ടെത്തിയിട്ട് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇവൻ അടക്കാനുള്ള ലോണിനെ കുറിച്ച് ആ വീട്ടിൽ ചെന്നിട്ട് പറയുക, ഇത്രയാണ് എമൗണ്ട് അടക്കാനുള്ളത്. അങ്ങനെ ചെന്ന് പറഞ്ഞതിന് ശേഷം അവന് വെരിഫൈ ചെയ്യുക, അവൻ്റെ അഡ്രസ്സ് കയറിയിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് ആണുള്ളത്. ഇത് പലതരത്തിലുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇത്തരത്തിലുള്ള ബിസിനസ്സിന് വളരെയധികം ചാൻസ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ലോൺ എടുക്കും, തിരിച്ചടക്കാതിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പുറത്തുള്ള ഒരുപാട് കമ്പനീസ്, ലൈക്ക് നോർത്ത് ഇന്ത്യൻ കമ്പനീസ് ആണ് ഇത്തരത്തിലുള്ള ലോണുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം എല്ലാവരും സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഇപ്പൊ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് പല ആവശ്യങ്ങൾക്കും എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ലോൺ എടുക്കുന്നവരുണ്ട്. ഇവർ വളരെയധികം ബുദ്ധിമാന്മാരാണ് ഇപ്പോൾ. കാരണം എന്താ, നേരത്തെയൊക്കെ ഇവരുടെ മെയിൻ സിമ്മിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് ഒരു അഡീഷണൽ സിം എടുത്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അതേപോലെ നേരത്തെ മെയിൻ പ്രൈമറി ഫോണിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഫോൺ എടുത്ത് ആ ഫോണിലൂടെ ചെയ്യുന്നത്. മീൻസ് അതിനകത്ത് കോൺടാക്ട് നമ്പർ ഒന്നും കാണത്തില്ല. ഡാറ്റ ലീക്ക് ആവാനുള്ള സാധ്യത കുറവ്. അതേപോലെ ഫോൺ നമ്പർ ആണ് ഒരു പ്രൈമറി നമ്പർ, ഒരു സെക്കൻഡറി നമ്പർ. അപ്പോൾ ഒരു തരത്തിലും ഈ കമ്പനീസിന് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ കമ്പനി എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഏജൻസിയെ വെച്ചിട്ട് ഇവരെ കണ്ടെത്തണം, എന്നിട്ട് അവരുടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യണം. ഇതാണ് അവരുടെ പ്രോസസ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻ ഏജന്റുമാർ അല്ല ഇത്തരത്തിലുള്ള വേരിഫിക്കേഷൻ കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള സ്കോപ്പ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഫിൻടെക് കമ്പനികൾ ഏകദേശം 9600ഓളം NBFCകൾ ഇന്ത്യയിലുണ്ട്. ഈ കമ്പനികളിൽ ഒട്ടുമിക്ക കമ്പനികൾ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ, ലൈക്ക് കേരളത്തിലാണ്, നിങ്ങളുടെ ഏരിയയിലാണെങ്കിൽ ഏതെങ്കിലും കളക്ഷൻ ഏജൻസികൾ ഉണ്ടോ എന്നവർ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഏജൻസികളുണ്ട്, ആ ഏജൻസികളെ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഡാറ്റ ഏൽപ്പിക്കുകയാണ് പതിവ്. ഇവർക്ക് കിട്ടില്ല, അവരെ കൊണ്ട് ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യുന്നില്ല ക്ലയന്റ് എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ കംപ്ലീറ്റ് ഇവർക്ക് കൊടുക്കും. എന്നിട്ട് കൊടുത്തിട്ട് ഓരോ ലീഡിനനുസരിച്ചാണ് കാശ്. ഇപ്പോൾ ഒരാളെ കണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട്, അതേപോലെ എമൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം അവർ എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആണ് കിട്ടുക. ചെറിയ എമൗണ്ട് നല്ല എമൗണ്ട് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ച് കിട്ടാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിയ കസ്റ്റമേഴ്സിന്റെ ഡാറ്റയാണ് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ അവർ പോയി കണ്ടെത്തി അവരെ കൊണ്ട് കുറച്ചെങ്കിലും എമൗണ്ട് പേയ്മെന്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു പെർസെൻറ്റേജ് എമൗണ്ട് നമുക്കും കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത്. അതേപോലെ തന്നെ ഇതൊരു ഏജൻസി പോലെയാണ് വർക്ക് ചെയ്യുക. ഈ ഏജൻസിയിൽ മറ്റു ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല മാരേജുമായി ബന്ധപ്പെട്ടുള്ളത്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വേരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ പോവാണ്. ഡെപ്റ്റ് കെയർ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണിത്. സെക്കന്ദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർ ചെയ്യുന്ന സർവീസ് നോക്കി ഇവർ സിമ്പിൾ ആയിട്ട് ഒരു ഓഫീസ് ഇട്ടുണ്ടാവും. ഒരു കുറച്ച് എംപ്ലോയീസ്, ഒരു 2, 3, 4 എംപ്ലോയീസ് ഉണ്ട്. ചിലപ്പോൾ അവർ പാർട്ട്നേഴ്സ് തന്നെ ആയിരിക്കും. ഇവരെല്ലാവരും കൂടി ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവരുടെ എന്തൊക്കെയാണ് ഇവർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കാണാം. ഒന്നൊരു പേരിട്ടിട്ടുണ്ടാവും. 2 അവർ സർവീസ് എന്ന് പറഞ്ഞ് ഡെപ്റ്റ് കളക്ഷൻ സർവീസ്. അതായത് ആരെങ്കിലും കടം കൊടുത്തിട്ട് ഇങ്ങനെ ആപ്പുകളിൽ നിന്നുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഒരാൾ വെരിഫൈ ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് കളക്ട് ചെയ്യും. കോപ്പറേറ്റ് റിക്കവറി സർവീസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ വെരിഫൈ ചെയ്യുക. അതേപോലെ മാട്രിമോണിയൽ വെരിഫിക്കേഷൻ സർവീസ്. ലൈക്ക് ഒരാളെ വെഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മാട്രിമോണി കമ്പനി, ഒരു പേഴ്സൺ, ഇപ്പൊ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ജെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു മാട്രിമോണി കമ്പനി അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിനെ വെരിഫൈ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആധാർ നമ്പർ ഒക്കെ വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് നേരിട്ട് പോയിട്ട് വെരിഫൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് മാട്രിമോണിയൽ വെരിഫിക്കേഷനിലേക്ക് ഇവർ കമ്പനീസ് വേറെ ആൾക്ക് കൊടുക്കും. അപ്പോൾ അവർ വെരിഫൈ ചെയ്ത് നോക്കും. ഒരു ലീഡിനാണ് ഇവർ കാശ്. അങ്ങനെയുള്ള ഡിസ്ട്രിക്ട് വെരിഫിക്കേഷൻ സർവീസ് ആൻഡ് ടീം വെരിഫിക്കേഷൻ
വെരിഫിക്കേഷൻ സർവീസ്, അതുപോലെ ക്രെഡിറ്റ് റെപ്യൂട്ടേഷൻ റിപ്പോർട്ട് സർവീസ്, അങ്ങനെ പലതരത്തിലുള്ള സർവീസുകൾ ഒക്കെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള സർവീസ് ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ സംഭവങ്ങളൊക്കെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, മാട്രിമോണി, ഇതൊക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്പനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഡെപ്റ്റ് കെയർ കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ക്ലയൻസിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പേടിഎം, SBI, ടാറ്റ ക്യാപിറ്റൽ, ഉഡാൻ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, റാക് ബാങ്ക്, ICICI, ലൻഡിറ്റ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുമായിട്ടാണ് ഇവർക്ക് ടൈപ്പ് ഉള്ളത്. ഓക്കെ, 1 by 1 ആയിട്ട് ഇങ്ങനെ ഡെപ്റ്റ് കളക്ഷൻ ഏജൻസി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഏജൻസി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ ജില്ലകൾ, ഓരോ ജില്ലകളിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഓഫീസും ഒരു 3-4 എംപ്ലോയീസും മാത്രം നമുക്ക് മതിയാവും. പിന്നെ ഇതൊരു വലിയ റിസ്ക് പിടിച്ച പണിയൊന്നുമല്ല. നമ്മളവിടെ പോയി അന്വേഷിക്കുക, കൊടുത്തിട്ടുള്ള അടച്ചില്ലെങ്കിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അവരെ അടിച്ച് പിടിച്ച് നമ്മൾ വായിക്കുന്ന സംഭവം ഒന്നല്ല. അതാരും ചിന്തിക്കണം അങ്ങനെയാണെന്ന്, അങ്ങനെയൊന്നല്ല. നമ്മൾ അവിടെ പോയിട്ട് അന്വേഷിക്കുക, പേയ്മെന്റ് വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാട്രിമോണി സർവീസാണ്, നമ്മൾ ആരും അറിയാതെ നമ്മൾ രഹസ്യമായിട്ട് നമ്മളൊരു ആളെന്ന രീതിയിൽ നമ്മൾ അന്വേഷിക്കുക. അതിനൊക്കെ ഒരു ട്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്ത് നിങ്ങൾ കാണും, ഓൺലൈനിൽ അവൈലബിൾ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു ഫീസബിൾ സ്റ്റഡി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ല ഒരു തരത്തിലുള്ള ഒരു ഏജൻസി സർവീസാണ്, നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇത്. എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക, നല്ല രീതിയിൽ റവന്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്തെങ്കിലുമൊക്കെ ബിസിനസ് മോഡൽസ് പിന്നെ ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ബിസിനസ് ഐഡിയകൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലൂടെ കയറി പോകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഐഡിയകൾ കിട്ടുക. അത്തരത്തിലുള്ള ഐഡിയകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ കോണ്ടന്റുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.